തിരുവനന്തപുരം ആക്കുളം കായൽ പുനരുജ്ജീവനത്തിനായി പുതിയ പദ്ധതിയുമായി വിനോദസഞ്ചാര വകുപ്പ്. കുളവാഴ കയറി സ്വാഭാവിക ഒഴുക്ക് ഉൾപ്പെടെ തടസ്സപ്പെട്ട കായലിൽ കോടികൾ ചെലവാക്കിയുള്ള ശുചീകരണ പ്രവർത്തനമാകും ആദ്യഘട്ടത്തിൽ നടക്കുക. 2022 ഒന്നാം പിണറായി സർക്കാർ പ്രഖ്യാപിച്ച ആക്കുളം കായൽ പുനരുജ്ജീവന പദ്ധതി നടപ്പായില്ലെന്ന ജനം TV വാർത്തയ്ക്ക് പിന്നാലെയാണ് പുതിയ പദ്ധതി. വിവരങ്ങളുമായി MS വീണ ചേരുകയാണ്. വീണ, ഗുഡ് മോർണിംഗ്. ഇവിടെ പറഞ്ഞതുപോലെ തന്നെയാണ് പല പദ്ധതികളും ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവരുന്ന, പക്ഷേ ഒന്നും പ്രാവർത്തികമാകുന്നില്ല. ഇങ്ങനെ ആരെങ്കിലും ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ മുഖം രക്ഷിക്കാനുള്ള ഒരു നടപടിക്രമങ്ങൾ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണല്ലേ? പ്രത്യേകിച്ച് ജനം TV കൊണ്ടുവന്ന വാർത്തയിലാണ് സർക്കാർ ഒരു ഇടപെടൽ ഉണ്ടാകിയിരുന്നത്. തീർച്ചയായും KP, കാരണം ആക്കുളം കായലിനെ സംബന്ധിച്ചിടത്തോളം വിനോദസഞ്ചാര വകുപ്പിനും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിനുമൊക്കെ ഏറെ വരുമാനം വരെ ലഭിക്കാവുന്ന ഒരു കായൽ കൂടിയാണ്. ഈ ജലാശയങ്ങളെ സംരക്ഷിക്കുന്ന നിയമമൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട് ഈ ബഡ്ജറ്റിലടക്കം, ഇതിനു മുമ്പേയുള്ള ബഡ്ജറ്റുകളിലടക്കം കോടികൾ മാറ്റിവെച്ചുള്ള പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഒന്നാം പിണറായി സർക്കാർ. ആ ഒരു കാലത്താണ് ആക്കുളം കായലിലെ ജലപാത, അതുപോലെ തന്നെ കായലിന്റെ ശുദ്ധീകരണം അടക്കമുള്ള പദ്ധതികൾക്കായിട്ട് ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നത്. അതിന്റെ ആദ്യഘട്ടമായി 96 കോടി രൂപ 2022 സർക്കാർ പ്രഖ്യാപിച്ചു എന്ന് അന്നത്തെ കഴക്കൂട്ടം, ഇന്നും കഴക്കൂട്ടം MLA തന്നെയാണ്, കഴക്കൂട്ടം MLA മുൻ ദേവസ്വം മന്ത്രിയുമായ കടകംപള്ളി സുരേന്ദ്രൻ അടക്കം അത് കൊട്ടി ആഘോഷിക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്നാൽ രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണം കാലാവധി കഴിയാൻ പോവുകയാണ്. എന്നാൽ ആ പദ്ധതി നടപ്പായില്ല. ആ പദ്ധതിയിൽ വലിയ തരത്തിലുള്ള വീഴ്ച സംഭവിച്ചു. കുളവാഴ കൊണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ലുലു മാളിന്റെ തൊട്ടടുത്താണ് ആക്കുളം കായൽ. നമ്മൾ അതുവഴി തിരുവനന്തപുരം നഗരത്തിലൂടെ സഞ്ചരിക്കുന്നവർ നിത്യേന കാണുന്ന കാഴ്ചയാണ്. കായലാണോ അത് കരയാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ കുളവാഴയുടെ വളർച്ച അനിയന്ത്രിതമായി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. മാലിന്യം തള്ളൽ, ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് ചെളികെട്ടൽ, ഈ കുളവാഴയുടെ വളർച്ച കാരണം തന്നെ സ്വാഭാവികമായിട്ടുള്ള ഒഴുക്ക് തടസ്സപ്പെട്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ ഒരു ജലപാതയും ജലപദ്ധതിയും ഒക്കെ ഇടയ്ക്ക് പ്ലാൻ ചെയ്തതുമൊക്കെയായിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പ്രവർത്തനങ്ങളും നടക്കുന്നില്ല. നിരവധി ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു ഇടം കൂടിയാണ്. എന്നാൽ ഇതിനെ പാടി സർക്കാർ കൈയൊഴിഞ്ഞു എന്നുള്ളൊരു വാർത്ത ജനം TV നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വിനോദസഞ്ചാര വകുപ്പ് ഏറ്റെടുത്തുകൊണ്ട് ഈ മാസം ആദ്യം മുതൽ, അതായത് ഫെബ്രുവരി, അതായത് നാളെ മുതൽ ഫെബ്രുവരിയാണ്, ഫെബ്രുവരി ആദ്യ വാരം മുതൽ കായൽ വൃത്തിയാക്കുന്നതിനുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിനായി 3 കോടിയോളം രൂപ ചിലവഴിക്കുമെന്നാണ് പറഞ്ഞത്. മാർച്ചോടുകൂടി ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കും. കായലിന്റെ സ്വാഭാവിക ഒഴുക്കിലേക്ക് കായലിനെ തിരിച്ചെത്തിക്കും, പഴയപടി എത്തിക്കുക എന്നുള്ളതാണ് പ്രഥമ ലക്ഷ്യം. അതിനായിട്ടുള്ള ടെൻഡർ ക്ഷണിക്കൽ നടപടികൾ ആരംഭിച്ചു എന്നാണ് വിനോദസഞ്ചാര വകുപ്പിലെ ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വാസ്പോ എന്നൊരു കമ്പനിക്കാണ് ഇതിന്റെ ചുമതല നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ കമ്പനിയുടെ ഉദ്യോഗസ്ഥരുമായി നമ്മൾ ഇടപെട്ടു. അതിന് തൊട്ടു പിന്നാലെ സർക്കാരിന് ഇടപെടാതിരിക്കാൻ നിർവാഹമില്ല. അപ്പോൾ